ഇതുപോലത്തെ പശുക്കളൊക്കെ എടുത്തു കഴിഞ്ഞാൽ 20 ലിറ്ററിന് മുകളിൽ പാല് നോക്കിയാൽ മതി, താഴെ നോക്കേണ്ട ആവശ്യമില്ല. ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവർക്കും തുടങ്ങാൻ പറ്റും, പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ. നിലനിർത്തി കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെയാണ് ഡയറി ഫാമിങ്ങിന്റെ കാര്യത്തിലും. ഡയറി ഫാം ഒരുപാട് ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നടത്തിയിട്ട് പോകുന്ന ആളുകളുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞു പോയ ആളുകളുമുണ്ട്. നല്ല രീതിയിൽ നടത്തിയിട്ട് പോകാൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. ഇപ്പോൾ പണ്ടത്തെ മാതിരി ആളുകൾ ഇപ്പോൾ മുട്ട പശുക്കൾ, വലിയ വലിയ പാലുള്ള HF പശുക്കളൊന്നും കൊണ്ടുപോകുന്നില്ല. എല്ലാവർക്കും താല്പര്യം 10-20 ലിറ്റർ 2 നേരം കൂടെ കിട്ടുന്ന ജേഴ്സി HF ക്രോസ് ബ്രീഡുകളിനെയാണ്. കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക്, നമ്മുടെ പരിസരമായിട്ട്, നമ്മുടെ തീറ്റയ്ക്ക് യോജിക്കുന്ന പശു എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജേഴ്സി HF ക്രോസുകളാണ്. അപ്പോൾ ഇതൊരു നല്ല HF ജേഴ്സി ക്രോസ് ബ്രീഡാണ്. നല്ല കളറുള്ള ഒരു പശു, HF ജേഴ്സി സിന്ധി മൂന്നും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പശുവാണ് ഇത്. വെള്ള കൊമ്പും നല്ല ഭംഗിയായിട്ടുള്ളൊരു പശു, 4 പല്ലാണ് പ്രായം. പശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്വഭാവമാണ്, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റും. നല്ല മടികാമ്പ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു. അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ നിങ്ങളുടെ ഫാമിലിക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കാലം നിർത്താൻ പറ്റും, ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ പശുക്കൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ ഒരുപാട് വന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുമ്പോൾ നമുക്കൊരു 65 to 75 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ പശു എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പശു ചിലപ്പോൾ ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുന്നേ വിറ്റ് പോയിട്ടുണ്ടാവാം. പക്ഷെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഇങ്ങനത്തെ പശുക്കൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇങ്ങനത്തെ പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഇതുപോലെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ഇതും ഒരു HF കുറവുള്ള ജേഴ്സി മുട്ടയാണ് കേട്ടോ. ഇത് വലുപ്പവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ HF ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. സാധാരണ പേര് HF എടുക്കാൻ ഭയങ്കര മടിയാണ്, കാരണം പാലിന് കൊഴുപ്പില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ജേഴ്സി കൂടുതലുള്ളൊരു മുട്ടയാണ്. നമുക്ക് നല്ല പാലുൽപാദനവും അതുപോലെ തന്നെ പാലിന് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ്. നല്ല ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പാലിന് നല്ല വില കിട്ടും. ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും വീടുകളിലാണ് അധികം പാല് കൊടുക്കുന്നത്. കാരണം നമുക്ക് HFന്റെ പാല് കൊടുക്കുമ്പോൾ അവർ പച്ചവെള്ളം പോലെയുണ്ട്, നിങ്ങൾ പച്ചവെള്ളം ചേർത്തിട്ടാണോ തരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പാലിന് ക്വാണ്ടിറ്റിയും കിട്ടും, അതുപോലെ തന്നെ ക്വാളിറ്റിയും കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ പശുക്കളൊക്കെ നമ്മുടെ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. നല്ല തീനും കുടിയും ഒക്കെ ഉള്ള, നമ്മുടെ കാലാവസ്ഥയ്ക്ക് സെറ്റായിട്ടുള്ള, കിതപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല പശുക്കൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നല്ല പാലുൽപാദന ശേഷിയുള്ള പശുവാണ്. ഇതൊക്കെ നമുക്കൊരു 20 ലിറ്ററിന് മുകളിൽ പാല് നമുക്ക് ഉറപ്പായിട്ടും കിട്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പശുക്കളൊക്കെ നമുക്കൊരു 80 രൂപ, 85 രൂപ, 90 രൂപ ഈ റേഞ്ചിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല പശുക്കളെ നമ്മൾ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്. HF ബ്രീഡുകളാണ്. അപ്പോൾ HF ബ്രീഡുകൾ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ്. നമുക്ക് ഒരു 3-4 ഈറ്റൊക്കെ നമുക്ക് നിർത്താൻ പറ്റും. അതായത് 3-4 പ്രസവമൊക്കെ നമുക്ക് ഈ പശുവിനെ നമ്മുടെ ഫാമിൽ നിർത്താൻ പറ്റും. കൂടുതൽ പാലുൽപാദനം വേണം, ഫാറ്റ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് ജേഴ്സി മെരുമകളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കൂടുതൽ പശുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് തീർച്ചയായും ഇതുപോലത്തെ പശുക്കൾ എടുക്കാവുന്നതാണ്. ഇതുപോലത്തെ പശുക്കളൊക്കെ എടുത്തു കഴിഞ്ഞാൽ 20 ലിറ്ററിന് മുകളിൽ പാല് നോക്കിയാൽ മതി, താഴെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ വില അതുപോലെ തന്നെ ഒരു 1 ലക്ഷം രൂപ, 95 രൂപ ആ റേഞ്ചൊക്കെ വരും. അപ്പോൾ വില പ്രശ്നമല്ല, നമുക്ക് ഇതുപോലെ പാൽ ഉൽപാദനം കറക്റ്റായിട്ട് കിട്ടിയാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പശുക്കൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ സ്വഭാവത്തിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മെഷീൻ കറവയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള പശുക്കളാണ്. ഈ പശുവൊക്കെ നമുക്ക് ചിലപ്പോൾ വീഡിയോയിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പോയി കാണും. പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പശുക്കൾ എന്നും ഇവിടെ വരുന്നതാണ്. ഒരുപാട് ഫാമുകൾ നമ്മുടെ പാലക്കാടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പശുക്കൾ, നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള പശുക്കൾ നിങ്ങൾക്ക് എടുത്തു തരാവുന്നതാണ്. തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ജേഴ്സി പശുക്കൾ വേണമെന്നൊക്കെ പറയില്ലേ, ഒരു 10-20 ലിറ്റർ കിട്ടുന്ന ജേഴ്സി പശുക്കളൊക്കെ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല കിടിലം മോഴ വടി എന്തുവാ എവിടെ വേണമെങ്കിലും വിട്ടുമേക്കാൻ പറ്റിയിട്ടുള്ള പശുവാണ് കേട്ടോ. ഒറ്റ കളറുള്ള ഫുൾ ചുവല പശുവാണ്. അപ്പോൾ ഇങ്ങനത്തെ പശുക്കൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ നിങ്ങളുടെ നാട് എവിടെയാണെന്നുണ്ടെങ്കിലും സെറ്റാവുന്ന പശുവാണിത്. നിങ്ങളുടെ ആ പറമ്പിലെ പുല്ലും അതുപോലെ തന്നെ നിങ്ങളവിടെ കിട്ടുന്ന കാലിത്തീറ്റ കൊടുത്ത് വളർത്താൻ പറ്റിയിട്ടുള്ള പശുവാണ്. ഇന്ന ഫീഡ് വേണം, അല്ലെങ്കിൽ അത് വേണം, ഇത് വേണം, അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ അവിടുത്തെ കിട്ടുന്ന കാലിത്തീറ്റ, നിങ്ങളുടെ അവിടുത്തെ ഫീഡ് കൊടുത്ത് വളർത്താൻ പറ്റിയിട്ടുള്ള നല്ല ജേഴ്സി പശുവാണ്, നല്ല മോഴ പശുവാണ്. ഈ മോഴ പശുവിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൂടുതൽ നീണ്ട കറവ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള പശു, സ്വഭാവത്തിൽ വളരെ നീറ്റായിട്ടുള്ള പശുവാണ്. സാധാരണ വീട്ടുപാർട്ടികൾക്ക് പറ്റിയിട്ടുള്ള പശുക്കളാണ്. 2 നേരം കൂടെ 10-15 ലിറ്റർ കിട്ടുന്ന പശുക്കളാണ്. 50 രൂപ, 55 രൂപ, 60 രൂപ ആ റേഞ്ചിൽ കിട്ടുന്ന പശുക്കളാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നല്ല പശുക്കൾ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പേര് വന്നിട്ട് വികാസ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ പശുക്കളെ ഒരുപാട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ കസ്റ്റഡിയിൽ ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെയും കാര്യം എന്ന് പറയുന്നത് തീറ്റ ചെലവ് കുറച്ചിട്ട് പാലുൽപാദനം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള പശുക്കളെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. പ്രസവിച്ചതാണെന്നുണ്ടെങ്കിൽ പ്രസവിച്ചത് അറേഞ്ച് ചെയ്ത് തരാം, ഇല്ലെങ്കിൽ ചെനയാണെന്നുണ്ടെങ്കിൽ ചെന അറേഞ്ച് ചെയ്ത് തരാം. ഇപ്പോൾ എല്ലാവരും ജേഴ്സി പശുക്കൾ, ജേഴ്സി ക്രോസ് പശുക്കൾ മതിയായി എല്ലാവർക്കും. കാരണം HF ഒരുപാട് വേണ്ട. കാരണം ഇന്ന് കണ്ട പോലെ ആയിരിക്കില്ല നാളെ.
ഇന്ന് കറക്കുമ്പോൾ നല്ല പാല് കിട്ടി പറഞ്ഞ സമാധാനത്തിൽ പോകും. രാവിലെ എണീച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡിലേക്ക് തൂങ്ങി നിൽക്കുന്നുണ്ടാവും അകിട്, അല്ലാന്നുണ്ടെങ്കിൽ പശു എണീക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം HF വേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് HF ജേഴ്സി ക്രോസ് ഇപ്പോൾ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല എവിടെ വിട്ടാലും മേയുന്ന ആർക്ക് വേണമെങ്കിലും പെരുമാറാൻ പറ്റുന്ന പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് പ്രായത്തിലില്ലാത്ത നല്ല പശുക്കൾ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പശുക്കൾ ഒരു ദിവസം 20 ലിറ്ററെങ്കിലും കിട്ടിയാലേ നമുക്ക് മുതലാവുള്ളൂ. അപ്പോൾ അതുപോലുള്ള പശുക്കൾ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ സാധാരണക്കാർക്ക് 2 നേരം കൂടെ ഒരു 15 ലിറ്റർ കിട്ടുന്ന പശുക്കൾ ഒരു 60 രൂപ 65 രൂപ ഈ റേറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ 20 ലിറ്റർ കിട്ടുന്ന പശുക്കൾ ജേഴ്സി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 70 രൂപ 75 രൂപ, ജേഴ്സി ക്രോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 75 80 85 ആ റേഞ്ചിൽ കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഓരോ പശുക്കളിലും കറക്റ്റായിട്ടുള്ള വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. മാന്യമായ റേറ്റിന് നമുക്ക് എടുത്തു തരാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. പാലക്കാട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല പശുക്കളെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്.